ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിന് എക്സാക്റ്റ് ഒരു സിലബസ് നമുക്കില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ടെൻറ്റേറ്റീവ് സിലബസ് പോലെ ഫോമുലേറ്റ് ചെയ്ത് പഠിക്കുകയാണ്. ആൻഡ് നമുക്ക് എക്സാം ഡേറ്റ് വന്നാലാകും ചിലപ്പോൾ സിലബസ് വരിക. സോ സിലബസിന് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സോ എല്ലാവരും ഓവർസിയർ എയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് തയ്യാറെടുപ്പ് ആവശ്യമില്ല. എങ്കിൽ പോലും ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസിന് നമുക്ക് വേറെ ലെവലിൽ പ്രിപ്പറേഷൻ ആവശ്യമാണ്. ബിക്കോസ് നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന പാറ്റേണിലുള്ള വ്യത്യാസങ്ങളും ചോദ്യങ്ങൾ വരുന്ന സോഴ്സിൽ നിന്നുള്ള വ്യത്യാസവും എല്ലാം ഇത് കാരണമായിട്ട് വരുന്നു. അപ്പം എക്സാംസിന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ എക്സാംസിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിന് നിങ്ങൾ നിർബന്ധമായും തയ്യാറെടുക്കുന്ന സമയത്ത് റെഫർ ചെയ്യേണ്ട ബുക്കുകളും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ എ ലെവലിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് കയ്യിൽ വേണ്ട ഒരു ബുക്കാണ് യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ ബുക്കുകൾ. 4 വോള്യത്തിലാണ് ഈ ബുക്സ് ഉള്ളത്. 4 ബുക്കായിട്ടാണുള്ളത്. പല സബ്ജക്ട്സ് സ്പ്ലിറ്റ് ചെയ്താണ് 5 വോള്യം ഉണ്ട്. ഈ 5 വോള്യം ബുക്സിനകത്തും പല സബ്ജക്റ്റാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് JEE ലെവലിൽ ഇന്ത്യയിൽ നടന്ന എല്ലാ സ്റ്റേറ്റിലും നടന്ന പരീക്ഷകളുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ എ ലെവലിൽ പറഞ്ഞു എല്ലാ സ്റ്റേറ്റിലും നടന്ന എ ലെവൽ ചോദ്യങ്ങൾ. ഇവിടെ അതുപോലെയല്ല, നമ്മുടെ JEE ലെവൽ, അതായത് ഡിപ്ലോമ ലെവലിലുള്ള, അതായത് ഇത് ഗ്രേഡ് 2 ഗ്രേഡ് 3ക്ക് പറ്റത്തില്ല. ഗ്രേഡ് 1 എക്സാമിന് തയ്യാറെടുക്കുന്ന ആൾക്കാർ ഈ ഒരു ബുക്ക് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് JEE ലെവലിലെ ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ബുക്കിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. 5 വോള്യമാണ് ഈ ഒരു ബുക്കിനുള്ളത്. സോ ഈ ബുക്ക് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. മാത്രമല്ല, വാങ്ങിച്ചു വെച്ചാൽ പോരാ, ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഈ ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചെയ്യുകയും വേണം. ഓക്കെ, ഇനി അടുത്തതായി രണ്ടാമതായി നമ്മുടെ കയ്യിൽ വേണ്ടത് SSCGയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. SSCGയുടെ പാറ്റേൺ ഒത്തിരി മാറിയിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യനിൽ വരുന്ന പാറ്റേണൊക്കെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും SSCGയുടെ ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്റ്റേറ്റ് PSC എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രവണത കാണുന്നത് കൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ എ ലെവൽ എക്സാമിന് മാത്രമല്ല ഓവർസിയർ ഗ്രേഡ് ലെവൽ എക്സാമിനും ചോദിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ SSCGയുടെ PYQs അടങ്ങിയ ബുക്ക് വാങ്ങിക്കുന്നത് നല്ലതാണ്. ഇത് IAS മാസ്റ്ററിൻ്റെ ബുക്കാണ്. വളരെ നല്ല ബുക്കാണ്. കാര്യം നിങ്ങൾക്ക് SSCGയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഒറ്റൊരു ബുക്കിൽ കിട്ടും. നിങ്ങൾക്കത് ചെയ്യാനും സാധിക്കും. യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിലും SSCGയുടെ PYQs ഉണ്ടെങ്കിൽ കൂടി കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് അതിലില്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുള്ളത് കൊണ്ടാണ് സെപ്പറേറ്റ് ഈ ഒരു ബുക്കും കൂടി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരുന്നത്. പിന്നെ മൂന്നാമതായി നിങ്ങൾക്ക് വേണ്ടത് കേരള PSCയുടെ PYQs. അതായത് ഇത് ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസിന് കുറച്ചും കൂടി തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഉപയോഗപ്പെടുന്ന ഒരെണ്ണമാണ്. ഞാൻ എക്സാമിൻ്റെ ബുക്കിനകത്ത് പറഞ്ഞതുപോലെ തന്നെ V4 സിവിലിൻ്റെ ഓവർസിയർ ലെവലിലുള്ള 2 വോള്യം ബുക്കാണുള്ളത്. ഇതിനകത്ത് നിമി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും നിമി ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അതുപോലെ നിമിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കാണ്. അതുകൊണ്ട് തന്നെ ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും ഈ ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ഉപയോഗപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു SSCGയുടെ PYQs, യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ 5 വോള്യമുള്ള ബുക്ക്, പിന്നെ നമ്മുടെ ഈ സ്റ്റേറ്റ് PSC നമ്മുടെ കേരള PSCയുടെ PYQസും വിത്ത് നിമി ബേസ്ഡ് എക്സ്പ്ലനേഷൻസ് ഉള്ള V4 സിവിലിൻ്റെ ബുക്കും റെക്കമെൻഡബിൾ ആണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങി വെച്ചാൽ പോരാ, നമ്മൾ ഇത്രയും പൈസ ചിലവാക്കി വാങ്ങി വെക്കുന്ന സമയത്ത് നമ്മളത് ചെയ്യാനുള്ള സമയം കൂടി കണ്ടെത്തണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആമസോണിൽ നിന്ന് എഴുതാൻ പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ PDF ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം ടെലഗ്രാം വഴി അവൈലബിൾ ആണ്. V4 സിവിലിൻ്റെ എക്സെപ്റ്റ് ബാക്കി എല്ലാത്തിൻ്റെയും അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിച്ച് പ്രിൻ്റ് എടുത്താൽ അതിനേക്കാൾ നമുക്ക് വാങ്ങിക്കുന്ന പൈസയേക്കാളും കുറവ് കിട്ടുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് അത് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബുക്സ് വാങ്ങി എല്ലാ ടോപ്പിക്കും പഠിച്ചിട്ട് ആ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതാത് ദിവസം തന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടോപ്പിക്കിൽ നിന്ന് മേ ബി 600-700 നമ്പർ ചെയ്യേണ്ടി വരും. ബട്ട് അത് ഒരു തവണ ചെയ്ത് നിർത്തിയിട്ടും കാര്യമില്ല. പുതിയ കോൺസെപ്റ്റുകൾ, കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങൾ, ഡിഫിക്കൽട്ട് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ കിട്ടുന്നത് കൊണ്ട് തന്നെ എക്സാമിനെ നേരിടുമ്പോൾ അത് വളരെയധികം ഉപയോഗപ്രദമായി മാറും. സോ ക്വസ്റ്റ്യൻസ് പഠിച്ച് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസിലൂടെ കുറച്ചുകൂടെ അഡീഷണൽ
കോമ്പറ്റേഷണൽ തിയറി പഠിക്കാനും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വഴി സഹായകരമാവും. പിന്നെ നമ്മുടെ ഗോൾഡ് ബാച്ചസിൽ നമ്മൾ ലൈവ് സെഷൻസിനകത്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ അതിനകത്ത് മാക്സിമം എല്ലാ ലെവലിലുള്ള ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയാണ് ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. അഡീഷണലി പ്രാക്ടീസിന് വേണ്ടിയിട്ടും ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. നമ്മുടെ എൻട്രിയുടെ AE ഓവർസിയർ ബാച്ചസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.